ലോകത്ത് വിവിധയിടങ്ങളിൽ വളർന്ന മാനവിക സംസ്കാരങ്ങൾ പുരാതന കാലത്തെ നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇവയിൽ ചിലത് പിന്നീട് മറഞ്ഞു, ഓർമ്മകളും രേഖകളും ബാക്കിയാക്കി. പുരാവസ്തു പര്യവേഷണത്തിലൂടെ ഇത്തരം നഗരങ്ങളിൽ പലതിനെയും പിന്നീട് കണ്ടെത്തി. എന്നാൽ ചിലത് ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ല. അവയെ ഗവേഷകർ നഷ്ട നഗരങ്ങൾ അഥവാ ലോസ്റ്റ് സിറ്റീസ് എന്ന് വിളിച്ചു. 2400 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ തിരച്ചിൽ നടന്നിട്ടുള്ള ഒരു നഷ്ട നഗരമാണ് അറ്റ്ലാന്റിസ്. വിഖ്യാത ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു നഗരം മാത്രമാണ് അറ്റ്ലാന്റിസ് എന്ന് ലോകത്തെ ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ഇന്ന് വിധിക്കുമ്പോഴും ഇതിനെപ്പറ്റിയുള്ള ഗൂഢവാദ സിദ്ധാന്തങ്ങൾ അവസാനിക്കുന്നില്ല. പ്ലേറ്റോയുടെ കൃതികളായ ടിമയൂസ്, ക്രീഷ്യാസ് എന്നിവയിലാണ് അറ്റ്ലാന്റിസിനെ പറ്റി വിവരണം. സ്പെയിനിനു സമീപം ഗിബ്രാൾട്ടർ കടലിടുക്കിൽ നിലനിന്നിരുന്ന നഗരം ഗ്രീക്ക് സമുദ്രദേവനായ പോസിഡോൺ ആണത്രേ നിർമ്മിച്ചത്. തുടർന്ന് മകനായ അറ്റ്ലസിനെ പോസിഡോൺ നഗരാധിപനാക്കി. പൗരാണിക ഗ്രീക്ക് സംസ്കാരത്തിന്റെ ശക്തി ദുർഗമായിരുന്നു ഏഥൻസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിയോഗിയായിരുന്ന അറ്റ്ലാന്റിസ്. ഒരു വൻ ദ്വീപ് നഗരമായിരുന്നു അറ്റ്ലാന്റിസ്. 9600 BC-യിൽ കടലിൽ ആണ്ടെന്നും പ്ലേറ്റോ പറയുന്നു. ഒരു മങ്ങിയ മിത്തായി മറഞ്ഞു കിടന്ന അറ്റ്ലാന്റിസ് വീണ്ടും സജീവമായത് 1627-ലാണ്. ഇംഗ്ലീഷ് ചിന്തകൻ ഫ്രാൻസിസ് ബേക്കൺ ദി ന്യൂ അറ്റ്ലാന്റിസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതോടെയായിരുന്നു ഇത്. 1882-ൽ US രാഷ്ട്രീയക്കാരനായ എൽ ഡോണലി അറ്റ്ലാന്റിസ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. അറ്റ്ലാന്റിസ് നഗരം യഥാർത്ഥത്തിലുള്ളതായിരുന്നെന്നും മുങ്ങിയ നഗരത്തിൽ നിന്നു രക്ഷപ്പെട്ടവർ യൂറോപ്പിലും ആഫ്രിക്കയിലുമൊക്കെ താമസമുറപ്പിച്ചെന്നും ഡോണലി എഴുതിപ്പിടിപ്പിച്ചു. ഭാവനാത്മകമായ ഒരു നഗരത്തിന്റെ കഥ പറഞ്ഞ് പൗരജനങ്ങളിൽ മൂല്യബോധത്തിന്റെ അവബോധം സൃഷ്ടിക്കാനായിരുന്നു പ്ലേറ്റോയുടെ ശ്രമമെന്നാണ് കൂടുതൽ വിദഗ്ധരുടെയും വിലയിരുത്തൽ.